രാജു പി നായർ, അന്വേഷണം തുടങ്ങി 3 മാസം പിന്നിടുകയാണ്. ആദ്യത്തെ 3 അറസ്റ്റുകൾ രേഖപ്പെടുത്തി 60 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിലും മുരാരി ബാബുവിൻ്റെ കാര്യത്തിലും പത്മകുമാറിൻ്റെ കാര്യത്തിലും ഇനി സ്വാഭാവിക ജാമ്യത്തിന് അവർക്ക് അർഹത നേടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇതുവരെയും തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടില്ല. അതിന് തത്തുല്യമായ സ്വർണം റോദം ജുവലറിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ SIT നടത്തിയ അന്വേഷണത്തിൽ ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയതായി നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന് അന്താരാഷ്ട്ര മാനങ്ങളില്ല എന്നാണ്. അന്തർ സംസ്ഥാന ബന്ധം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് CBI ഈ കേസ് അന്വേഷിക്കേണ്ടതില്ല എന്നാണ്. ഈ കേസ് ആവിയായി പോവുകയാണോ? ഒടുവിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുപക്ഷെ ഏറി വന്നാൽ ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരും മാത്രം പ്രതികളായി കുറ്റപത്രം സമർപ്പിച്ചേക്കാവുന്നൊരവസ്ഥയിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക്? ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഭരണപരമായ വീഴ്ച സംഭവിച്ചു എന്ന ഒരൊറ്റ കുറ്റത്തിൽ അവരുടെ സ്ഥാനം, അവരുടെ പങ്ക് ഒതുങ്ങുമോ? എന്താണ് രാജു പി നായർ അങ്ങ് കണക്കാക്കുന്നത്? അതിനുവേണ്ടിയുള്ള ശ്രമം നടക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് മുൻപാണ് പത്മകുമാറും N വാസുവും ഉൾപ്പെടെ ഉള്ളവരെ അറസ്റ്റ് ചെയ്തത്. അന്ന് പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനു ശേഷം നൽകിയ മൊഴിയിൽ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനാണ് പത്മകുമാറിന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തി കൊടുത്തത് എന്നുള്ള മൊഴി ഉൾപ്പെടെ ഉണ്ട്. അതല്ലാതെ കുറെ വിവരങ്ങൾ മൊഴിയുടെയൊക്കെ കാര്യങ്ങളായിട്ട് പുറത്തേക്ക് വന്നു. നമുക്ക് അതിനെക്കുറിച്ച് സ്ഥിരീകരിക്കാൻ കഴിയില്ല, മൊഴികളാണ്. പക്ഷേ ആ അറസ്റ്റിന് ശേഷം മുന്നോട്ട് പോയില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നെ ഹൈക്കോടതി വന്നപ്പോഴാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇതിലൊരു മെല്ലെ പോക്കുണ്ട്, എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് മെമ്പർമാരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ചോദ്യം തന്നെ ഉന്നയിക്കുന്നത്. അപ്പോ ഒരു ചോദ്യം വന്നു. അതിനുശേഷം കടകംപള്ളി സുരേന്ദ്രനെയും ശ്രീ PS പ്രശാന്തിനെയും ചോദ്യം ചെയ്യുണ്ടായി. പക്ഷെ ആ ചോദ്യം ചെയ്തത് കേരളത്തിലെ ഒരു മാധ്യമങ്ങളും അറിഞ്ഞില്ല. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുമെന്ന് മറ്റേ നമ്മൾ ഈ ഒരു സിനിമയുണ്ടല്ലോ, ഇവിടെ ദിലീപ് അഭിനയിച്ച സിനിമയിൽ പറഞ്ഞ പോലെ വിളിച്ചു ചൊല്ലി പറഞ്ഞാലേ വഴിപാട് നടത്തിയാലേ ഫലമുണ്ടാവൂ എന്ന് പറയുന്ന പോലെ ആ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു നോട്ടീസ് കൊടുക്കുന്നതിന് മുമ്പ് വിളിച്ചു ചൊല്ലി അറിയിച്ചു. പക്ഷേ മൊഴിയെടുത്ത കടകംപള്ളി സുരേന്ദ്രനെ അറിയിക്കാതെ ഇരിക്കുക കൂടി ഉണ്ടായി. അപ്പൊ അതിനകത്ത് വലിയൊരു ഗൂഢാലോചന അതിനകത്തുണ്ട് എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, നമ്മൾ ഹൈക്കോടതിയുടെ വിധികളെടുത്ത് പഠിച്ചാൽ, ഇപ്പോൾ അരുൺ ഇവിടെ സൂചിപ്പിച്ചു, ഈ അന്താരാഷ്ട്ര മാനങ്ങളില്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ വിധി അതല്ല. ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിരുന്നത് ഈ എനിക്ക് സെപ്റ്റംബർ 5 ഒക്ടോബർ 5 എനിക്ക് സംശയമുണ്ട്. ആ വിധിയിൽ പറഞ്ഞിരുന്നത് സുഭാഷ് കപൂറിന്റെ മാതൃകയിൽ അന്താരാഷ്ട്ര വിഗ്രഹമോഷണ സംഘവുമായിട്ട് നടത്തുന്ന കൊള്ളകൾക്ക് സമാനമാണ് ഈ കൊള്ള എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അത് മാത്രമല്ല, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 2019 നടന്ന ഈ കൊള്ള മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും വിളിച്ചു വരുത്തിയതുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണമുണ്ട്. അപ്പോൾ ആ നിരീക്ഷണം നമ്മൾ കണക്കിലെടുത്താൽ PS പ്രശാന്ത് ഉൾപ്പെടെ നേരിട്ട് കുറ്റവാളികളാകുന്ന അല്ലെങ്കിൽ അതിനകത്തേക്ക് കുറ്റം ചാർത്തപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തും. അപ്പൊ ഇതിലേക്കൊന്നും അന്വേഷണം പോയിട്ടില്ല എന്നുള്ളത് ഇത് SITക്ക് മേൽ വലിയ സമ്മർദ്ദമാക്കി വരുന്നതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. നമുക്ക് നേരത്തെ അറിയാവുന്ന പോലെ, പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞിരുന്ന പോലെ, ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള CPMന്റെ ഏറ്റവും അജ്ഞാനവർത്തികളായ 2 ഉദ്യോഗസ്ഥർ ഈ SITയിൽ 2 പേരെ, CPMന്റെ ഏറ്റവും അടുത്ത ബന്ധമുള്ള 2 പേരെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ ഇതിനോട് കൂട്ടി വായിക്കേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അരുൺ, ഈ കഴിഞ്ഞ ഏകദേശം 4 മാസക്കാലമായിട്ട് പല ഇടക്കാല ഉത്തരവുകളുണ്ടായി. ആ ഉത്തരവുകളിലെല്ലാം ഒരു അന്വേഷണ സമയത്ത് ഒരു കോടതിക്ക് പറയാൻ കഴിയുന്നതിനെല്ലാം അപ്പുറത്ത് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഹൈക്കോടതി നിരീക്ഷിക്കുകയും അതനുസരിച്ച് നിർദ്ദേശങ്ങൾ SITക്ക് കൊടുക്കുകയുണ്ടായി. അല്ലെ, അങ്ങനെ SITക്ക് നിർദ്ദേശം കൊടുത്ത് തിരുവിതാംകൂർ ബോർഡിന്റെ മിനിറ്റ്സ് പിടിച്ചെടുത്തതിൽ നിന്നാണ് പത്മകുമാറിന്റെ റോൾ അതിനകത്തുനിന്ന് വ്യക്തമാവുന്നത്. അപ്പോൾ കോടതിക്ക് ഇത് സംബന്ധിച്ച് ഒട്ടേറെ സംശയങ്ങളുണ്ട്. ഒട്ടേറെ അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന രേഖകളിൽ ഇതിനകത്ത് നടന്നിട്ടുള്ള ക്രമക്കേടുകളെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു അന്വേഷണ വേളയിൽ, വിചാരണ വേള പോലുമല്ല, അന്വേഷണ വേളയിൽ കോടതിക്ക് പറയാൻ കഴിയുന്നതിനെല്ലാം അപ്പുറത്ത് ഉത്തരവുകളായിട്ട് ഇറങ്ങിയ ഒരു കേസാണ്. അത് അട്ടിമറിക്കാൻ ശ്രമിച്ചാലും ഹൈക്കോടതി അതിന് അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെയും ബോധ്യം. അപ്പോൾ ആ ബോധ്യത്തിൽ നിന്നാണ് പോകുന്നത്. മാത്രമല്ല, അങ്ങ് സൂചിപ്പിച്ചു കട്ടെടുത്ത മോഷ്ടിച്ച സ്വർണം എന്നുള്ളത്. ആ സ്വർണം ഇത് തന്നെയാണോ എന്നുള്ള ഇപ്പൊ നാളത്തെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വാർത്തകളിൽ നിന്ന് റിപ്പോർട്ട് വരണം, എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എന്തായാലും അതിന് ഞാനൊരു കാര്യം പറയാം.
ഈ ഉരുക്കിയെടുത്ത സ്വർണം വിൽപ്പനയായിരുന്നില്ല ഇതിന്റെ ഉദ്ദേശം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരത്തിലുള്ള 4-5 കിലോ ഇനി പോട്ടെ 10 കിലോ സ്വർണം എടുത്താൽ പോലും ചില്ലറ വരുന്ന കോടികൾക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയോ ഒന്നും അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമുക്കറിയാം 2019 ഈ ഉത്തരവിലൂടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്പോൺസർഷിപ്പ് പദവി നൽകിക്കൊണ്ട് ഈ ഉത്തരവിലൂടെ കൊടുത്ത ക്രമക്കേട് അല്ലെങ്കിൽ ശ്രീ പത്മകുമാർ തിരുത്തി എഴുതിയ മിനിറ്റ്സ്, ആ മിനിറ്റ്സിലൂടെ നടത്തിയ അട്ടിമറിക്ക് ശേഷം 39 ദിവസത്തെ കാലം കൊണ്ട് ഏതെങ്കിലും വഴിയരികിൽ നിന്ന് അയ്യപ്പന്റെ സ്വർണ്ണപ്പാളിയും അതുപോലെ തന്നെ നമ്മുടെ ദ്വാരപാലക ശില്പവും ഉണ്ട് ആർക്കെങ്കിലും വേണോന്ന് വിളിച്ചു ചോദിച്ച് കച്ചവടം നടത്തിയതല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സാമാന്യ ബുദ്ധി കൊണ്ട് തിരിച്ചറിയാൻ കഴിയും. അതിനെല്ലാം മുമ്പ് ഇതിനുള്ള കോടതി തന്നെ സൂചിപ്പിച്ച വിൽഫുൾ ബയറിനെ കണ്ട് ഡീൽ ഉറപ്പിച്ച് അതിവിടുന്ന് കടത്തുന്നതിനുള്ള മാർഗങ്ങൾ തേടി അതിന്റെ ലോജിസ്റ്റിക്സ് പ്രശ്നങ്ങൾ എല്ലാം കണ്ടെത്തിയതിനു ശേഷം ഇത് കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഹൈക്കോടതി തന്നെ ഗൂഢാലോചന തുടങ്ങിയെന്ന് പറയുന്ന 2019 ഉത്തരവ്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ എല്ലാം മുന്നിൽ നിൽക്കുന്ന വിവരങ്ങൾ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് സ്വർണ്ണക്കൊള്ള എന്നിനി പറയരുത്, ക്ഷേത്രക്കൊള്ള നടന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ ക്ഷേത്രക്കൊള്ളയുടെ കൃത്യമായ വിശദാംശങ്ങൾ യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത്. കാരണം ഈ ക്ഷേത്രക്കൊള്ളയാണ്, സ്വർണ്ണക്കൊള്ളയല്ല, ക്ഷേത്രക്കൊള്ളയാണ്. ക്ഷേത്ര വിശ്വാസക്കൊള്ള എന്ന് തന്നെ പറയണം രാജു പി നായർ. കാരണം ഇത് സ്വർണ്ണക്കൊള്ള മാത്രമല്ല, ആ സ്വർണത്തിന്റെ വിപണി മൂല്യമല്ല, ആ സ്വർണം ചാർത്തിയിരിക്കുന്ന ദ്വാരപാലക ശില്പത്തിൻ്റെ ആണെങ്കിലും കട്ടളപ്പാളിയുടേതാണെങ്കിലും അതിലുള്ള വ്യാളിയുടെയും ശിവന്റെയും ഒക്കെ രൂപങ്ങളാണെങ്കിലും ഇതൊക്കെ വലിയ വിശ്വാസമൂല്യങ്ങളുള്ളതാണ്. അതാണ് അതിൻ്റെ പകർപ്പുകളെടുത്ത് അതേ മാതൃകയിൽ തന്നെ മറ്റ് വാതിലുകൾ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുത്തു എന്നുള്ളതാണ് ആക്ഷേപം. എനിക്ക് അങ്ങനെയുള്ളൊരു ചോദ്യമുള്ളത്, ഇന്നിപ്പോൾ ഈ ശിവൻകുട്ടി അടക്കം ചോദിച്ചിരിക്കുന്നൊരു ചോദ്യം, ഈ നമ്മൾ നേരത്തെ അടൂർ പ്രകാശിനോടും ഈ ചോദ്യങ്ങൾ ചോദിച്ചു, പക്ഷേ അതിനൊരു കൃത്യമായ ഉത്തരം ഇനിയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് ജോൺ ബ്രിട്ടാസ് ഇതേ ചോദ്യം ചോദിക്കുന്നത് കണ്ടു. അതിനെന്താണ് കോൺഗ്രസിന്റെ മറുപടി? അത് സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ വിഷയത്തിൽ അടൂർ പ്രകാശിന് തന്റെ മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്ന നിലയിൽ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാവുന്നത് എന്ന് പറയുന്നു. 2025 ഇയാളൊരു കള്ളനാണ് എന്നുള്ള വിവരം അറിയുന്നത്, അതിനു മുമ്പ് അറിയില്ല എന്ന് പറഞ്ഞു. ഇതേ അടൂർ പ്രകാശ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി 2024 ജനുവരി 27 അടൂർ പ്രകാശിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരിക്കുന്ന ചിത്രത്തിൽ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റി നിർമ്മിച്ചു നൽകിയ ഒരു വീടിന്റെ താക്കോൽദാനം നിർവഹിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ആ സമയത്ത് അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് കാണാം. അതായത് 2024 ജനുവരി മാസത്തിലാണ്. 2019 സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ, പ്രസാദം കൊടുക്കാൻ പോകുമ്പോൾ അദ്ദേഹം വിളിച്ചതറിയിച്ചിട്ടാണ് താൻ പോകുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരത്തെ അറിയാമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അത് അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ മാത്രമാണ് അറിയാവുന്നതെന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ ചോദിക്കുന്ന ചോദ്യം, ശിവൻകുട്ടി അടക്കമുള്ളവർ ചോദിക്കുന്ന ചോദ്യം, സോണിയാഗാന്ധിയെ പോലെ വളരെ സെക്യൂരിറ്റിയുള്ള ഒരാളുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടെത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അടൂർ പ്രകാശിന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? അദ്ദേഹം പറയുന്നു, ഞാനല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തിച്ചത്. അങ്ങനെയാണെങ്കിൽ അത് ആരാണ്? പാർട്ടി ഏതെങ്കിലും തരത്തിലൊരു അന്വേഷണം നടത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഒപ്പം ഭണ്ഡാരിക്കും, ഞാൻ മനസ്സിലാക്കുന്നത് ഗോവർദ്ധൻ ഈ സോണിയാഗാന്ധിയെ കാണാൻ പോയ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ്, പ്രസാദം കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഗോവർദ്ധൻ എന്തുകൊണ്ടാണ് അവിടെ എത്തിയതെന്നൊരു ചോദ്യവും പ്രസക്തമല്ലേ? അരുൺകുമാർ, ഞാനൊരു കാര്യം ചോദിക്കാം. നമ്മൾ ഇത്രയും നാളുകളായിട്ട് ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചർച്ച നമ്മൾ തുടങ്ങിയത് മുഴുവൻ, അല്ലെങ്കിൽ ഈ ക്ഷേത്രക്കൊള്ളയെ കുറിച്ച് നമ്മൾ സംസാരിച്ച മുതൽ ഏതെങ്കിലും ഫോട്ടോയെ ആധാരപ്പെടുത്തിയായിരുന്നോ? ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ആരും ആ ഫോട്ടോയുടെ പേരിലല്ല ആരോപണം ഉന്നയിച്ചത്. പക്ഷെ നമ്മളുടെ മുമ്പിൽ സംസാരിക്കുന്ന തെളിവുകളായിട്ട് നിൽക്കുന്ന വിഷയങ്ങളും ഹൈക്കോടതിയുടെ ഉത്തരവുകളും വെച്ചാണ് നമ്മൾ ചെയ്തത്. പിണറായി വിജയന് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് പറയാൻ പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി നിൽക്കുന്ന ഫോട്ടോ വെച്ചിട്ടല്ല, കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും തമ്മിലുള്ള ഫോട്ടോ വെച്ചിട്ടല്ല അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് പറയുന്നത്. പകരം പത്മകുമാർ തന്നെ എനിക്ക് പരിചയപ്പെടുത്തിയത് അദ്ദേഹമാണ് എന്നുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്, ഹൈക്കോടതിയുടെ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രക്കൊള്ളയെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് മുഴുവൻ. കഴിഞ്ഞ 4 മാസക്കാലമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിരന്തരമായിട്ട് കസ്റ്റഡിയിൽ മേടിച്ച് പോലീസ് ചോദ്യം ചെയ്ത് ശാസ്ത്രീയമായ രേഖകൾ ഉൾപ്പെടെ കളക്ട് ചെയ്യുമ്പോഴും ഒരിടത്തും അടൂർ പ്രകാശിന്റെയും ആന്റോ ആന്റണിയുടെ പേരല്ലല്ലോ വന്നത്. 4 മാസക്കാലമായിട്ട് പിണറായി വിജയന്റെ പോലീസ് അവരുടെ നിയന്ത്രണത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ വാദം അത് പിണറായി വിജയന് റോളില്ലാന്ന് തന്നെയാണ്. പക്ഷെ ആ പോലീസ് അന്വേഷണം നടത്തിയിട്ടും ഒരു അടൂർ പ്രകാശിന്റെയും ഒരു ആന്റോ ആന്റണിയുടെയും ഒരു സോണിയാഗാന്ധിയുടെയും പേര് പുറത്തു വന്നിട്ടില്ല. പകരം 8ഓളം CPM നേതാക്കന്മാരാണ് ജയിലിൽ കിടക്കുന്നത്, 8ഓളം പേര് ഇല്ലേ? അപ്പോ നമ്മൾ
ഏതെങ്കിലും ഫോട്ടോയുടെ പേരിൽ ഇന്ന് CPM വാദം മാറ്റാൻ ശ്രമിക്കുന്നത് നിലയില്ലാ എന്റെ ചോദ്യം അങ്ങനെയല്ല. ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ട് എന്നൊരു വാദം എനിക്കില്ല. പക്ഷേ രാജു പിന്നാലെ എനിക്കൊരു സംശയമുള്ളത്, ഈ പോറ്റിയെ കയറ്റി വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് CPM ഗ്രൂപ്പുകൾ വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നത്. അതിൽ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ന്യായമാണ്. പോറ്റിയെ 2016 മുമ്പ് സന്നിധാനത്ത് കയറ്റിയിട്ടില്ലേ? പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ പോറ്റി നിൽക്കുന്നതായി നമ്മുടെ മുന്നിൽ വരുന്ന ആദ്യത്തെ ചിത്രം ഈ പ്രയാർ ഗോപാലകൃഷ്ണനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ നാമജപ ഘോഷയാത്രാ സമയത്തും ഒക്കെ നിൽക്കുന്ന ചിത്രങ്ങളുണ്ട്. അതിൻ്റെ തൊട്ടുമുന്നിൽ 2014 പോലും ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിൽക്കുന്ന ചിത്രങ്ങളുണ്ട്, സന്നിധാനത്ത് നിൽക്കുന്ന ചിത്രങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ പോറ്റിയെ കയറ്റിയത് ആര് എന്ന ചോദ്യത്തിന് ഭാഗികമായെങ്കിലും കോൺഗ്രസ് കൂടി ഉത്തരവാദിത്വമുണ്ട് മറുപടി പറയാൻ എന്നുള്ളതാണ്. അരുൺ, നമ്മൾക്ക് ഇതിനകത്ത് ഇത്തരത്തിലുള്ള പോറ്റിയെ കയറ്റിയെന്ന ഒറ്റ വാക്കിലേക്ക് മാത്രമായിട്ട് ഒതുക്കാതെ ഈ പോറ്റിക്ക് ഈ സ്വർണ്ണ ശില്പങ്ങൾ ഉൾപ്പെടെ ഇത് കൊണ്ടുപോകാൻ അവസരമുണ്ടാക്കി കൊടുത്തത് എന്താണെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അത് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് ഉത്തരവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് വെച്ച് ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവാണ്. ഈ ചിലർക്ക് ഞാൻ ക്യാൻസർ രോഗിയാണ്, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടേ കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞ രീതിയിൽ അയ്യപ്പന്റെ മുതൽ ഈ നാട്ടിൽ കൊണ്ട് കോടീശ്വരന്മാരുടെ മുമ്പിൽ വിൽപ്പന ചരക്കാക്കാൻ അദ്ദേഹത്തിന് രേഖാമൂലമുള്ള ഒരു ആധികാരികത നൽകിയത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവല്ലേ? അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയെന്നുള്ള പാട്ടിന്റെ ഏറ്റവും വലിയ അർത്ഥം ആ ഉത്തരവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയതാണ്. അതിനു മുമ്പ് ഉള്ള ഫോട്ടോ വെച്ചിട്ട് നിങ്ങളിത് പറയാൻ തുടങ്ങിയാൽ നമുക്ക് പല ഫോട്ടോ ചർച്ച ചെയ്യേണ്ടി വരും. ഞാൻ മറുവാദം കൂടി ചോദിക്കട്ടെ. എന്തായാലും 2019 മുൻപ് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം വരുന്നതിന് മുമ്പുള്ള ഫോട്ടോയാണ് സോണിയാഗാന്ധിയുമായിട്ടുള്ള ഫോട്ടോ എന്ന് നമുക്ക് പറയാലോ, അതിനകത്ത് തർക്കമില്ലല്ലോ. പക്ഷെ 2019 ഇത് കൊണ്ടുപോയതിനു ശേഷം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡാണ് നിയമിക്കുന്നതെങ്കിൽ പോലും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ദേവസ്വം വിജിലൻസ് ബോർഡ് ഈ സ്വർണ്ണപ്പാളിയിൽ കുറവുണ്ടായിരുന്നുള്ളതും ക്രമക്കേട് നടത്തിയിട്ടുള്ളതും കണ്ടെത്തിയിട്ടുണ്ടല്ലോ. കമ്മീഷൻ അതാണല്ലോ ഹൈക്കോടതി പോയത്. അപ്പോൾ 2002 ഈ ക്രമക്കേടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയതിൽ ക്രമക്കേട് ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡ് കണ്ടെത്തിയതിനു ശേഷം 2025 കേരളത്തിന്റെ DGP റവദ ചന്ദ്രശേഖറും മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുക്കുന്ന പരിപാടിയിൽ ഈ ഇന്റലിജൻസിന്റെ ഇൻപുട്ടിനെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഇൻപുട്ടിനെയും എല്ലാം മറികടന്ന്, അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് പറയണം, മറികടന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ആ താക്കോൽദാന ചടങ്ങിൽ എങ്ങനെ പങ്കെടുത്തു? അപ്പൊ സോണിയാഗാന്ധിക്ക് സോണിയാഗാന്ധിയുടെ കയ്യിലുള്ള ഇന്റലിജൻസ് സംവിധാനമല്ല പിണറായി വിജയന്റെ കയ്യിലുള്ള ഇന്റലിജൻസ് സംവിധാനം. ശരിയാണ്. ഞാൻ അങ്ങിലേക്ക് മടങ്ങി വരാം. Debate with Dr. Arun Kumar.